ഹായ് ഗൈസ് ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫീസില്ലാതെ ഗ്രാഫിക്സ് ഡിസൈനിങ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 7ാം ഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്യണത്. സോറി, 7ാം ഭാഗമല്ല, 8ാം ഭാഗം. അപ്പോൾ ഫോട്ടോഷോപ്പ് മാത്രമല്ല, നമുക്ക് ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഇല്ലുസ്ട്രേറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ കുറേ ടൂൾസ് പഠിച്ചിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ കുറച്ച് ടൂൾസ് മതി. ഈ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് ഏതെങ്കിലും വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ സകല ടൂൾസും ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസാണുള്ളത് മുഴുവൻ. അപ്പോൾ എനിക്ക് തന്നെ പല അനുഭവമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൂൾസും പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്കറിയേണ്ടത് അതൊന്നുമല്ല. എനിക്കറിയേണ്ടത് ഇപ്പോൾ റീൽസിന് വേണ്ടി മാത്രമേ എനിക്ക് ആഫ്റ്റർ എഫക്റ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. റീൽസിൽ ചെയ്യേണ്ട സിമ്പിൾ അനിമേഷൻസ്, ടെസ്റ്റ് അനിമേഷൻ, പിന്നെ ജസ്റ്റ് ഇമേജ് അനിമേഷൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ ഇല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ട ചവറുമാരി ഈ ടൂൾസ് ഒന്നും ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് സാധനമാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് മാത്രം ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളിത് ചെയ്ത് വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ എടുക്കാം. ഞാൻ ക്ലോസ് ചെയ്യണം. ഇതിപ്പോൾ ഫോട്ടോഷോപ്പ് പോലെ തന്നെ. പിന്നെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെക്ടറായിട്ടാണ് കാണുക, പിക്സലായിട്ട് അല്ല. ഫോട്ടോഷോപ്പിൽ പിക്സലും ഇതിൽ വെക്ടറും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ന്യൂ വിൻഡോ എടുക്കാം. അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+N, ഫോട്ടോഷോപ്പ് പോലെ തന്നെ Ctrl+N അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ അല്ലാണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇത് ചെയ്തിട്ട് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോട്ടോഷോപ്പിൽ പോയിൻ്റ് ഇതിൽ തന്നെയാണ് ചെയ്യുക, പിക്സലിലല്ല ചെയ്യുക. പിന്നെ നമുക്ക് ഈ വിസിറ്റിംഗ് കാർഡ് അങ്ങനത്തെ വലിയ ഫ്ലക്സൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ ഇഞ്ചസ്, ഫീറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വിസിറ്റിംഗ് കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ എല്ലാം ഏത് ഓപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ബ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിസിറ്റിംഗ് കാർഡൊക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുന്നതാണ്. 3 നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാനാണ്. 2.5 3യും 3.5 അങ്ങനെ തോന്നുന്നുണ്ട്. 3.5 ക്രിയേറ്റ് ചെയ്യുക. സോറി, തെറ്റി. ത്രീക്ക് പകരം 0 വന്നു. ഓക്കെ, ഇത് ബ്ലീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ പോവും. അതിന് വേണ്ടി കൂട്ടിയിടുന്നതാണ്. ഒരു 3 mm ഒക്കെയാണ് നമ്മളിടുക.
ഇഞ്ച് ഇപ്പോൾ വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടില്ലേ? ഇതിങ്ങനെ ഒരു ലൈൻ വരും. അതിന് വേണ്ടിയാണ് ബ്ലീഡ്. ഈ ലൈൻ ഈ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇമേജൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് വരും. ഓക്കെ, അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ CMYKയിലാണ് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ചെയ്യുക. പിന്നെ ഇതെല്ലാം അതിൻ്റെ ക്വാളിറ്റിയുടെ ഇത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ഒരു A4 സൈസ് എടുത്തിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പിക്സലും വെക്ടറും എന്തുട്ടാന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വെക്ടർ കാണിക്കാനായിട്ട് കൺട്രോൾ ഓപ്പൺ എടുത്തിട്ട് ഞാൻ ഈ ഒരു ആപ്പിൾ എടുത്തു. ആപ്പിൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കണ്ട, ഇത് ഇമേജാണ്. അപ്പോൾ ഈ പിക്സലായിട്ടാണ് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യും തോറും അതിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് ഇമേജിൻ്റെ പ്രത്യേകത. ഫോട്ടോഷോപ്പിൽ പിക്സൽ ഇത് ആയിട്ടാണ് ചെയ്യുക, വെക്ടർ ആയിട്ടല്ല ചെയ്യുക ആവണത്. ഈ വെക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഞാൻ ഇതിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകളുണ്ടാവും. കാണാൻ ഫ്രീ പിക്ക് അടിക്കുക, ആപ്പിൾ ഇത് വെക്ടറാണ്. ഈ ഫയൽ എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് ഫയൽ എടുത്തിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. വേണ്ട EPS ഫയൽ. ഇത് ഞാൻ Ctrl+C അടിച്ച് ഇത് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ പാത്ത് അടിച്ചു. അപ്പോൾ അത് ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ആവും. ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യണമെങ്കിൽ Ctrl+Shift പിന്നെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ കണ്ട. ഇതെത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും പിക്സലായിട്ട് കാണില്ല. കണ്ട, എത്ര വലുതാക്കിയാലും എത്ര ചെറുതാക്കിയാലും ഒരേ ക്വാളിറ്റി ആയിരിക്കും വെക്ടർ. അതാണ് പിക്സലും വെക്ടറും തമ്മിലുള്ള മാറ്റം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഈ ടൂൾസിലേക്ക് പോവാം. ഇത് ഫോട്ടോഷോപ്പിലത്തെ ഉള്ള പോലെ തന്നെ സെലക്ഷൻ ടൂള് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. F6 അടിച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ ഇത് വരും. ഇവിടെ നമുക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം. ഈ കളർ കൊടുക്കാം. പിന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇഷ്ടംമാതിരി കളറിൻ്റെ ഇതുകൾ മാറ്റാം. പിന്നെ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ കളർ ഗൈഡ് എന്നിട്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പം ഇതിൽ കുറേ കളറുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നിന്നൊക്കെ പോയി കുറേ കളറുകൾ വേറെ വേറെ ഇതുകൾ കുറേ കിട്ടും. കണ്ടില്ലേ, അങ്ങനെ ഇഷ്ടംമാതിരി കളറുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ സെലക്ഷൻ ടൂളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതന്നെ ഇപ്പോൾ സെലക്ട് ആയി എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിങ്ങനെ നീക്കാം. പിന്നെ നമുക്ക് ഒരു റൗണ്ട് വരച്ചിട്ട് റൗണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കൊടുക്കാം, റൗണ്ട് നീക്കാം, ഇങ്ങനെ നീക്കാം. ഇതൊക്കെയാണ് സെലക്ഷൻ ടൂള്. പിന്നെ അതിൻ്റെ അടിയിലത്തെ ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂള്. ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ നിന്ന് ഇതിൽ ഈ ഇല്ലുസ്ട്രേറ്ററിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആങ്കർ പോയിൻറ്റുകൾ വരും ഇങ്ങനെ. കണ്ടില്ലേ, ഇതിപ്പോൾ സെലക്ഷൻ്റെ ഇതാണ്. ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ അടിക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ മാറിയത് കണ്ട. സെലക്ഷൻ ടൂൾ അടിക്കുമ്പോൾ വേറെ ഒരു ഇതായിട്ട് വരാം. ഇതിപ്പോൾ ഇങ്ങനെ ചെറുതാക്കാനൊക്കെ പറ്റും. ഇനി ഇതടിക്കുമ്പോൾ നമുക്കിത് മാത്രമാക്കിയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇപ്പോൾ റൗണ്ടിലൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് സെലക്ഷൻ ടൂള്. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഓപ്ഷൻ ടൂളുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റൊക്കെ ആഡ് ചെയ്യാം. പാത്ത് അങ്ങനെയായിട്ട്, പോയിൻ്റ് അല്ല, പാത്ത് അങ്ങനെയായിട്ട് മൂവ് ചെയ്യാനുള്ളതാണ്. ലാസോ ടൂളൊന്നും വലിയ ഉപകാരമുള്ള ടൂളൊന്നുമല്ല. പിന്നെ നമുക്ക് വേണ്ട പെൻ ടൂള്. ഇത് റിമൂവ് ചെയ്യാണ് ഞാൻ. ഇനി നമുക്ക് പെൻ ടൂള് യൂസ് ചെയ്ത് നോക്കും. പെൻ ടൂള് നമ്മൾ ഫോട്ടോഷോപ്പിലത്തെ സെയിം തന്നെ ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തില്ല എന്ന് വെച്ച് കണ്ട. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വളവ് കയറി വരും. ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വരച്ചെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ സെപ്പറേറ്റ് ഇത് വരില്ല. കട്ട് ചെയ്യേണ്ട ഇതാണ് ഓൾട്ട് പ്രസ് ചെയ്യാട്ടോ, അത് ഞാൻ പറയാം, മറന്നു. അപ്പോൾ ഇതെടുക്കുക. ഒരു ലവിൻ്റെ ഒരു ഇത് വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് തന്നെ. ഇത് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതല്ല കേട്ടോ, ഇതിൻ്റെ മേലത്തെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്കിത് കുറച്ചും കൂടി കറക്റ്റ് ചെയ്യാം. ഇതൊന്നും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നത്. ജസ്റ്റ് ഈ ടൂൾസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ഇതിപ്പോൾ ഈ ടൂൾസ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുക. ഇതൊന്നും നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യില്ല. ടൈമിനാണല്ലോ നമുക്കിത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ ഇപ്പോൾ കമ്പനിയിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടൈമല്ല ഇമ്പോർട്ടൻ്റ്, അവർ സാലറി തരുമ്പോൾ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. അതിപ്പോൾ ഫോട്ടോഷോപ്പ് ആയാലും ഇല്ലുസ്ട്രേറ്റർ ആയാലും ആഫ്റ്റർ എഫക്റ്റ് ആയാലും എല്ലാ സാധനങ്ങളും കൂടുതൽ ടൈം ചെയ്യുന്ന ചെയ്യാൻ പാടില്ലല്ലോ. എത്ര എളുപ്പം ചെയ്ത് കഴിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ പെൻ ടൂളിൻ്റെ ഉപയോഗം അങ്ങനെ. ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കുറേ ആയി. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഈ ടൂളില്ലേ, ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ റൗണ്ടിൻ്റെ ഇത് മാറും. അതിന് വരെ സ്ക്വയർ ഇതാവും, കണ്ടോ? ആ ഓവലായിട്ടുള്ള ഇത് പോവും. അതിന് വേണ്ടിയുള്ള ടൂളാണിത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ടൂൾ, കർവേച്ചർ ടൂൾ. ഇത് അത്യാവശ്യം ആവശ്യം തന്നെ ഒരു ടൂളാണ്. ആവശ്യം തന്നെ, ഞാൻ നന്നായി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്കിപ്പോൾ ചില സ്ഥലത്ത് ചില വർക്കുകളൊക്കെ കിട്ടുമ്പോൾ ലോഗോസൊക്കെ
അവരുടെ കയ്യിൽ വെക്ടറായിട്ടുള്ള ഉണ്ടാവില്ല. പഴയ ലോഗോകളൊക്കെ എവിടേക്ക് ഇങ്ങനെ വെക്ടറും ഇതായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വരയ്ക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ വരയ്ക്കേണ്ടിയൊക്കെ വരുമെന്ന് വെച്ച് വരുമ്പോൾ നമ്മൾ ഈ ലോഗോ വെച്ചിട്ടാണ്, അല്ല ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. അതല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ബേസിക്കാണ്. ഇത് കോപ്പി ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് വേറെ രീതിയിൽ ഇത് ചെയ്യാം. ഇപ്പം ഇത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്, അല്ലാണ്ട് ഇതിന് യൂസിങ്ങാണ് കാണിച്ചിരുന്നത്. ഇത് നമ്മൾ ഡോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കണ്ട ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അടിയിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഇതിനനുസരിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ ഇങ്ങനെ വരച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ വളവ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് പോയി ഡോട്ട് ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുക വോൾട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. ഇവിടെ വോൾട്ട് ഫുള്ള് പ്രസ് ചെയ്യുക. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ആയിട്ട് കിട്ടും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചുറ്റും കാണുന്ന ലൈൻ. ഫില്ല് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളത്. ഇത് വോൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ച് പോവാം. വോൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ മറ്റേ ഇതായിട്ട് വരും. പോയിന്റുകൾ മാത്രം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇല്ലേ ഇങ്ങനെ വരച്ച് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഷേപ്പ് ഇതാണ്, കണ്ടില്ലേ ഇങ്ങനെ. ആ ടൂൾ തന്നെ അതന്നെ സെലക്ട് ചെയ്യുക, വേറെ ഒന്നല്ല കേട്ടോ. ഇനി ഓൾട്ട് പ്രസ് ചെയ്യണ്ട. എവിടെ നിന്നാണ് വളയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വളച്ചു കൊടുക്കുക. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കുക സിമ്പിളായിട്ട്. കറക്റ്റായിട്ട് നോക്കി ചെയ്യാട്ടോ. കറക്റ്റ് ഇത് കിട്ടും, റിസൾട്ട് കിട്ടും. നമുക്ക് സൂമൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. വേറെ ഒരു ബട്ടണുമേ ഒന്നും ക്ലിക്ക് ചെയ്യണ്ട. ജസ്റ്റ് ആ ടൂള് മാത്രം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്യുക. ഇത് വലിയ പാട്ടായ കാരണം സൂം ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് വേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തു. ഇനി കൺട്രോൾ ഇത് പറഞ്ഞുതരാം ഞാൻ. ഇപ്പോൾ ഈ ഇമേജ് മൂവ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇമേജ് കോപ്പി ചെയ്തിട്ടുള്ളൂ. കൺട്രോൾ ഓൾട്ട് 2 അടിച്ച് കഴിഞ്ഞാൽ ലോക്ക് റിലീസ് ആവും. പിന്നെ നമുക്ക് മൂവ് ചെയ്യാം. കൺട്രോൾ 2 അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ഓൾട്ട് 2 റിലീസിൻ്റെ. ഇതിന് ഫോട്ടോഷോപ്പ് പോലെ ലെയറുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലെയറാണ്. F7 അടിക്കുക. F7 അടിച്ച് കഴിഞ്ഞാൽ ലെയർ വരും. ഇതിപ്പോൾ ലെയറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു ലെയറിലാണ് എല്ലാം വെച്ച് ചെയ്യണത്. അല്ല, ഇതിപ്പോൾ ഒരു ലെയർ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ഞാൻ. ഇതിപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ പോട്ടെ. ഇപ്പം നമ്മൾ വരച്ചൊരു പടമാണ്, വെറും ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനി ഇത് ഇങ്ങനെ പിടിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രോക്കിൻ്റെ കളറ് ഫില്ലിലേക്ക് വരും. ഇനി നമുക്ക് ഫില്ലിലത്തെ കളർ സ്ട്രോക്കിലേക്ക് വേണമെങ്കിൽ ഇതന്നെ പിടിച്ചാക്കിയാൽ മതി. അങ്ങനെ പിന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ ട്വിറ്ററിൻ്റെ ആ കളർ തന്നെ കൊടുക്കാം. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ണ് ആഡ് ചെയ്ത് പിന്നെ നമുക്ക് ഓരോരോ സാധനങ്ങൾ വരയ്ക്കാം ഈ ടൂൾ വെച്ചിട്ട്. അല്ല, കണ്ണ് ഞാൻ ജസ്റ്റ് ഷേപ്പ് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഈ ടൂളിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ യൂസ് ഷേപ്പിൻ്റെ ഉപയോഗം അറിയാലോ. നമുക്ക് ഈ ഷേപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പ് ആഡ് ചെയ്യാം. കറക്റ്റായിട്ട് വരുന്ന വെച്ചാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വരയ്ക്കണം. വെറുതെ ഇങ്ങനെ വന്നാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഫ്രീ ആയിട്ട് വരച്ചാൽ മതി. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ളത് വരും.
പക്ഷെ ഫോട്ടോഷോപ്പിൽ നേരെ ഓപ്പോസിറ്റാണ്, വെറുതെ വരയ്ക്കുന്നതാണ് യൂണിഫോമായിട്ട് വരാം. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ അപ്പാരെയും ഡൗണാരെയും വെച്ചിട്ട് ഈ കോർണർ കൂട്ടാൻ പറ്റും. കണ്ട, അപ്പോൾ അപ്പാരാണ് ഞാൻ നിൽക്കുന്നത്, അപ്പോൾ കൂടി കൂടി വരും. ഇനി ഡൗണാരെ ഞെക്കി കഴിഞ്ഞാൽ കുറഞ്ഞ് 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 ട്രയാങ്കിൾ വരെയും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാം. കണ്ടോ, ഇങ്ങനത്തെ ഷേപ്പൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ ഓരോ ഓഫറിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതിൽ അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണതാണ്. കണ്ടില്ലേ ഓരോ ഷേപ്പുകൾ? നന്നായി നോക്കി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നോക്കി ചെയ്യണമെന്ന് മാത്രം, അങ്ങനെ നോക്കി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒരാൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് പഠിക്കൊന്നുമില്ല, പറഞ്ഞു തന്നുകൊണ്ടും പഠിക്കില്ല, കണ്ടുകൊണ്ടും പഠിക്കില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് തറായിട്ട് നമ്മുടെ ഇതിൽ വരുള്ളത്. നമ്മൾ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മുടെ ലെവൽ മാറും. പ്രാക്ടീസ് ചെയ്യണ മണിക്കൂർ അനുസരിച്ചിരിക്കും നമ്മുടെ വർക്കിൻ്റെ റിസൾട്ട്. അപ്പോൾ ആ ടൂള് അത്രേ ഉള്ളൂ. പിന്നെ ലൈനാണ്. ലൈൻ ഇപ്പോൾ സാധാരണ തന്നെ, പ്രത്യേകിച്ച് ലൈൻ കൊണ്ടൊന്നുമില്ല. പിന്നെയുള്ളത് ബ്രഷാണ്. ബ്രഷ് നമ്മൾ ഈ ബ്രഷ് ഫോട്ടോഷോപ്പിൽ അങ്ങനെ ബ്രഷിൻ്റെ ഇല്ലിസ്ട്രേറ്ററിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ബ്രഷ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും. ബ്രഷിൻ്റെ ഇതങ്ങനെ, അതുപോലെ പെൻസിലുണ്ട്. ഇത് ശരിക്കും നമ്മൾ മൗസ് വെച്ചിട്ട് വരയ്ക്കുന്നേക്കാളും ഇതായിട്ട് നമുക്ക് മറ്റേ പാഡ് വെച്ചിട്ട് വരയ്ക്കേണ്ടി വരും. പിന്നെ ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യാം, ഡിസൈൻ. സെയിം ഫോട്ടോഷോപ്പിൻ്റെ ഇത് തന്നെ. പക്ഷെ ഫോട്ടോഷോപ്പിലും ഇത് ഷേപ്പാക്കി മാറ്റാൻ പറ്റും, ഇതിലും പറ്റും. ഇതിലിപ്പോൾ റൈറ്റ് അടിച്ച് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഷേപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ലോഗോ ഈ ഡിസൈൻ ചെയ്യില്ലേ, അതുപോലെ അത് മാറ്റാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഓരോ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് വെറൈറ്റി ഡിസൈനൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ ഓരോ ലോഗൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഗ്രൂപ്പാണ്, റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് വയ്ക്കാം. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഈ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ചില ലോഗോയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇതുപോലൊക്കെ ഡിസൈൻ എന്നിട്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ടെസ്റ്റ് ടൂൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ റൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ആണ് ടെസ്റ്റ് ടൂളിൻ്റെത് കേട്ടോ. ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തോരം വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ടി സെലക്ട് ചെയ്യുക, ടി അടിക്കുക,
ഈ ഇതിൻ്റെ അടിയിലത്തെ ടി കൺട്രോൾ സെഡ് അടിച്ച് ബാക്ക് കൂട്ടാം. അതിൻ്റെ അടിയിലത്തെ ടി ആണ് നമുക്ക് വേണ്ടത്. പുറത്ത് ക്ലിക്ക് ചെയ്യാം. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ വിടും. ഈ ടി അടിച്ച് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അത് വിസിബിൾ. ഈ ഷേപ്പ് നമുക്ക് മാറ്റാം, ഒന്നും കൂടി വരയ്ക്കാം. എന്നിട്ട് ഈ ടൂൾ അടിച്ചിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. എന്താ കണ്ടില്ലേ, നമ്മൾ ചില ലോഗോകൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബാഡ്ജ് പോലത്തെ ലോഗോകൾ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഡിസൈൻ അക്കാദമി, ഡിസൈൻ അക്കാദമി. കൺട്രോൾ ടി ഇട്ടാ, കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ടെസ്റ്റിൻ്റെ ഒക്കെ ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾ ക്യാപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ക്യാപ്പില്ലാവും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്ഷൻസ് കൊടുത്തു. ഓപ്ഷൻസ് കൊടുത്ത് കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ ഓൾ സെലക്ട് ആവും. ഓക്കെ, ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. സെലക്ഷൻ ടൂളിൽ ഈ കോർണറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് തന്നെ ഡബിൾ ക്ലിക്ക് എന്ന് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. പിന്നെ വീണ്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു റൗണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് താഴ്ത്തും വേണം. പക്ഷെ താഴ്ത്ത് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി എന്ന് പറഞ്ഞാൽ ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ടൈപ്പിൽ പോവുക. പാത്തിൽ പോയിട്ട് ടൈപ്പ് ഓൺ പാത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. പ്രിവ്യൂ ഇടുക, ഫ്ലിപ്പ് അടിക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ട രീതിയിലായി അത്. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ടാഗ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വരും. കണ്ടില്ലേ? രണ്ട് സെലക്ട് ചെയ്യുക. അലൈൻ എടുക്കുക. അലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലൈൻ ചെയ്യാനുള്ള സാധനമാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് സെൻറ്റർ ചെയ്യുക, ഇത് ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് വരും. ഇത് കുറച്ച് വലുതാണ്. ഇത് രണ്ടുവരെ സൈസാക്കി 24, ഇത് 27 അതാണ് കുറച്ച് വലുതായി കിടക്കുന്നത്. ഓരോ സൈസാക്കി സെലക്ട് ചെയ്തു. പതുക്കെ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ലോഗോൻ്റെ ഇതായില്ലേ. ഞാൻ ഒരു സാധനം ഞാൻ ഉള്ളിൽ വരച്ചിടാണ്. ഞാൻ കോപ്പി ചെയ്തിട്ട് പുറത്തേക്ക് വരച്ചിടാം. അത് ഞാൻ എന്നിട്ട് ഇതാക്കി കൊടുക്കാം. സ്ട്രോക്ക് ഇങ്ങനെ കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാഡ്ജ് പോലെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് വെച്ചിട്ട് ഒരു ലോഗോ തന്നെ ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇപ്പോൾ മൃഗങ്ങളുടെ തലയൊക്കെ വെച്ചിട്ടുള്ള ലോഗോ, ചായ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനത്തെയൊക്കെ ലോഗോകൾ കണ്ടില്ലേ, അതെല്ലാം ചെയ്യാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യാം. പിന്നെ അപ്പോൾ ടെസ്റ്റിൻ്റെ ഉപയോഗം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ബേസിക് ഇതുകളൊക്കെ അതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് റൊട്ടേഷൻ ടൂള്. നമ്മളൊരു ഈ ആങ്കർ പോയിൻ്റ് ഇല്ലേ, ഈ ആങ്കർ പോയിൻ്റ് വെച്ചിട്ട് തന്നെ റൊട്ടാറ്റ് ആവും. ഇനി ഈ ആങ്കർ പോയിൻ്റ് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞ് ഇവിടെ വെച്ച് റൊട്ടാറ്റ് ആവും. കണ്ടോ? ഇനി നമുക്ക് ഈ റൊട്ടാറ്റ് ചെയ്യുന്നത് വേറെ ടെക്നിക്ക്. ഇതിപ്പോൾ ഇങ്ങനെയല്ല റൊട്ടാറ്റ് ആണ്.
ഇനി ഞാനിത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു തീർത്തു ഓക്കെ കൊടുത്തു. ശരിയല്ലേ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പെൻ ടൂൾ എടുത്തിട്ട് ഞാനൊരു സംഭവം വരയ്ക്കുക. പെൻ ടൂൾ എടുത്തിട്ട് ഞാനൊരു സംഭവം വരയ്ക്കുകയാണ്. ഈ ടൂൾ എടുക്കുക, അതാകുമ്പോൾ എളുപ്പം. കണ്ടില്ലേ, ഓൾട്ട് പ്രസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ വരച്ചു ഇതായില്ലേ. ഇനി അത് സെലക്ഷൻ ടൂൾ അടിച്ചു. പിന്നെ ഞാൻ റൊട്ടേഷൻ്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ സംഭവം ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ആങ്കർ പോയിൻ്റ് ഞാൻ അടിയിലേക്ക് ഇട്ടു. അടിയിലേക്ക് ഇട്ടേക്കാണ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അത് എന്തോ മിസ്സിങ് ആയി. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ റൊട്ടേഷൻ്റെ അത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടേക്കിടുക, -5. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു കോപ്പി എടുത്തിട്ടു. ഇനി കൺട്രോൾ ഡി എന്ന് അറിയാലോ, അത് ഇങ്ങനെ കോപ്പി ആയിട്ട് ആ സെയിം ഇതിൽ പോകും. ഇങ്ങനെ നമുക്ക് പാറ്റേണും ഈ ടെക്സ്റ്റൈൽസ് ഡിസൈനുകളൊക്കെ ഉണ്ടല്ലേ, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം. എന്ത് സാധനം ഇങ്ങനെ ഇത് ചെയ്തിട്ട് ആങ്കർ പോയിൻ്റ് മാറ്റി ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇതാക്കി കഴിഞ്ഞ് കണ്ടില്ലേ, ഫ്ലവറായി. ഇതുമാതിരി നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ടെക്സ്റ്റൈൽസ് ഡിസൈനിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രേഡിയൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിന് ഒബ്ജക്റ്റിൽ പോവുക, പാത്തിൽ പോയിട്ട് ഔട്ട്ലൈൻ സ്ട്രോക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ഗ്രേഡിയൻ്റ് പോയി കഴിഞ്ഞ് ഗ്രേഡിയൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി കളർ മാറ്റി കൊടുക്കുക. സെലക്ട് ചെയ്ത് ഇതിന് ഞാൻ ഇതിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയോ ഗ്രേഡിയൻ്റ് വരാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഗ്രേ സ്കെയിലായിട്ടായിരിക്കും ഇത് എടുക്കുന്നുണ്ടാവുക, കണ്ടില്ലേ, അത് RGB ആക്കുക. എന്നിട്ട് നമുക്ക് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക, പെൻഡ്രോ കൊടുക്കുക, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കളറായില്ലേ. ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കളർ തന്നെ ഇവിടെ നിന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഇത് കൊടുത്തു, ഇവിടെ വേറെ കളറും കൊടുത്തു. ഇത് ഗ്രേഡിയൻറ്റിൻ്റെത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒറ്റ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് അതിനനുസരിച്ച് വരും. കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിന് പകരം ഞാൻ ബ്ലൂ കൊടുത്തു, വേറെ ബ്ലൂ വന്നില്ലേ. ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൽ കൊടുക്കാം. റേഡിയൽ കൊടുക്കുമ്പോൾ വേറെ ഇത് വരും. ഇനി നമുക്ക് ഇവിടെ വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുക, അപ്പോൾ മനസ്സിലാവും. ഒരു ബോക്സ് ഞാൻ അപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിപ്പോൾ നമുക്ക് അതങ്ങനെ പോകേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ടൂളിനെ പറ്റി പറയുമ്പോൾ അത് ബാക്കിയുള്ള ടൂളുകളെ ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോണത്. ഓക്കെ, ഇനി നമുക്ക് ഒരു വേറൊരു ടൂള് നോക്കാം. അപ്പോൾ ആ ടൂൾസിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അതിനായിട്ട് ഞാൻ ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ
അനിമൽ എന്നടിച്ചു. അനിമൽ എന്നടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. അനിമൽ ഞാൻ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പോപ്പിൻസാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടൂൾസ് ഇതാണ്, ഷേപ്പ് ബിൽഡർ ടൂൾ. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യം വരുന്ന ഒരു ടൂളാണ്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇറേസിങ് ചെയ്യില്ലേ, അതുപോലെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഞാൻ അനിമലിൻ്റെ ഈ പാർട്ട് എനിക്ക് കളയണം. ഈ ലൈൻ കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ പി അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇങ്ങനെ ഞാനൊരു ഷേപ്പ് വരച്ചെടുത്തു. കറക്റ്റ് അതുമൊക്കെ തന്നെ. എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്തു ഇത് രണ്ടും കൂടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വരച്ച ഷേപ്പിൻ്റെ ഇതും കാണും, പിന്നെ ഏരതും കാണും. ഞാൻ ഈ ടൂള് സെലക്ട് ചെയ്തു. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരും, കണ്ടില്ലേ, മൈനസ് മൗസിൻ്റെ ഇതുമ്മേ. വെറുതെ കാണിച്ച് പ്ലസ് വരും. പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പോൾ ഏര കൂടെ ഒരു ഭാഗമായിട്ട് മാറും. ഇതിപ്പോൾ ഏര കൂടായി ഭാഗമായിട്ട് മാറി. ഇനി മൈനസ് അടിക്കുകയാണെന്ന് വെച്ചാൽ ഓൾട്ട് പ്രസ് ചെയ്ത് നമ്മളിത് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ ഇതിനും അങ്ങനെ തന്നെ. ഇതിന് വരയ്ക്കൊന്നും വേണ്ട, ആ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് ഇട്ടാൽ മതി. പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സെലക്ട് ചെയ്തു, ഓൾ സെലക്ട് ചെയ്തു, ഈ ടൂൾ എടുത്തു, അനുസരിച്ചു. ഇത്രയ്ക്കുള്ള സംഭവമുള്ളൂ. ഏത് ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതാണ് ആ ടൂൾസിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കാണും. അതിന് പകരം നമുക്ക് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഒറ്റതാക്കി കഴിഞ്ഞാൽ ഒറ്റതായിട്ട് കാണും. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, കളർ RGB ആക്കി കൊടുത്തു കഴിഞ്ഞാൽ RGB വരും. സെലക്ട് ചെയ്ത് ഒരു ഇത് അടിച്ചു കഴിഞ്ഞ് ഇതിൽ നമ്മൾ എത്ര ഗ്രേഡിയൻറ്റ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് അത് വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ലോഗൊക്കെ ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ ചെയ്യില്ലേ, ഇങ്ങനെ തിളങ്ങണമായിരിക്കായിട്ട്. അത് ഞാനിപ്പോൾ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ലോഗോ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ലോഗോ സെല്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കമ്പനി ഏരിയ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ ലോഗോ കണ്ട, ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ അങ്ങനെ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഉണ്ടോ, ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ അൺഗ്രൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ശരിക്കൊരു 3D ഉണ്ട പോലെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പോലെയല്ല കാണുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റൊക്കെ കിട്ടാൻ ഞാനിങ്ങനെ വരച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഉണ്ടോ, ഇതൊക്കെ ഒരേ ഏരിയകളാണ്. ഇതൊക്കെ വരച്ചുണ്ടാക്കിയിട്ട് അതും ഈ ഗ്രേഡിയൻ്റ് പല കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയേക്കുന്നതാണ്. ഉണ്ടോ, ഇതങ്ങനെ ചെയ്തിട്ടുള്ളൊരു ലോഗയാണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 3D ഇതായിട്ടൊക്കെ കാര്യങ്ങൾ കുറേ ചെയ്യാം. അത് ഗ്രേഡിയൻറ്റിൻ്റെ കഥ. പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളർ പിക്ക് ചെയ്യാൻ യൂസ് ചെയ്യണതാണ്. ഇപ്പോൾ നമ്മൾ ഷേപ്പ് വരച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാം. ഈ ഇമേജ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. വലിയ ഇമേജാണല്ലോ. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെറുതാക്കിയിട്ടിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഷോർട്ട് കീ. സെലക്ട് ചെയ്യുക, അടിക്കുക,
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ കളർ വരും നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്പിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണത്. ഓക്കെ, പിന്നെ അടുത്ത ടൂളാണ് വിഡ്ത്ത് ടൂൾ. വിഡ്ത്ത് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു, ഇത് ഞാൻ ലൈനാക്കി, ഇത് സ്ട്രോക്ക് എന്ന് പറയാം കേട്ടോ. അതിനെ ഈ സ്ട്രോക്ക് നമുക്ക് എങ്ങനെ എത്ര സൈസ് വേണമെങ്കിലും കൂട്ടാം, സൈസ് വേണമെങ്കിലും കുറയ്ക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിൻഡോസ് എടുക്കുക. ഇതിലിവിടെ വിസിബിൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സംഭവങ്ങളും വിൻഡോസിലുണ്ടാവും. ഇത് ഇവിടെ കണ്ടാവും. അപ്പോൾ ഇതിവിടെ ഓപ്പണായിട്ട് കിടക്കണം, അതുകൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക്. അപ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്, അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് കൂട്ടുക കുറയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് ഇപ്പോൾ ലെയർ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഓപ്പണായി കിടക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഷാർപ്പായിട്ടല്ലേ കിടക്കണം. അതിന് വരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ടായിട്ട് വരും. അതാണ് ഈ ഒരു ഓപ്ഷൻ. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്കിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഭയങ്കര ഷാർപ്പായിട്ടല്ലേ പിന്നെ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ടായിട്ട് വരും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരും. പിന്നെ ഇങ്ങനെ സാധാരണ നോർമൽ ഇത് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൂൾ ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ആ ടൂള് ഞാനെടുത്തു. ആ ടൂൾ എടുത്തിട്ട് ഓക്കെ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ടൂൾ എടുക്കുക. ഈ ടൂൾ എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ക്ലിക്ക് ചെയ്യുക. വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം വീർത്ത് വരും. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഷേപ്പൊക്കെ വരും. ഷിഫ്റ്റ് പ്രസ് ചെയ്താവാൻ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എങ്ങനെയാവും. ഷിഫ്റ്റ് പ്രസ് ചെയ്യാണ്ടാവാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ലൈൻ വെച്ചിട്ട് തന്നെയാണ് ഇതിലിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? ഇപ്പോൾ ഇത് നമുക്കൊരു ഫുള്ള് ഇതിനിപ്പോൾ സ്ട്രോക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ഒരു സ്ട്രോക്കാണ്. ഇത് നമുക്ക് ഇനി ഫില്ലും സ്ട്രോക്കാക്കി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ പോവുക, പാത്തിൽ പോവുക, ഔട്ട്ലൈൻ സ്ട്രോക്ക് കൊടുക്കുക. അപ്പോൾ ഇനി അത് ഇതായി ഫില്ലും സ്ട്രോക്കായി. ഓക്കെ, ആ ഓപ്ഷൻ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഓപ്ഷൻ മനസ്സിലായല്ലോ. ഇനി അത് ആ ഓപ്ഷനിൽ നമുക്ക് വേറൊരു ഇത് എടുത്തിട്ട് ആങ്കർ പോയിൻ്റ് വെച്ചിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ കിടക്കണം ആങ്കർ പോയിൻ്റ്. അത് ഞാൻ പൊടിക്കാക്കിയിട്ട് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തു ഒരു കോപ്പി എടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെയായി. ഞാൻ ഓൾ സെലക്ട് ചെയ്തിട്ട് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഈ അറബിക് ലോഗോസൊക്കെ കണ്ടിട്ടില്ലേ, കുറേ ചില ബാങ്കുകളുടെയും ചില കമ്മ്യൂണിറ്റികളുടെയൊക്കെ ലോഗോസ്, അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരക്ഷരം വെച്ചിട്ടൊക്കെ ഇതുമാതിരി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എം അടിക്കാണ്. എം അടിച്ചിട്ട് ഞാൻ എം വലുതാക്കി എമ്മിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുക.
ഈ ഫോണ്ട് കൊടുക്കാം. ഈ ഫോണ്ട് കൊടുത്തിട്ട് ഞാൻ അതിപ്പോൾ അവിടെ തന്നെ കിടക്കണം, അവിടെ കിടന്നോട്ടെ. ഞാനിത് സോറി ഓൾട്ട് പ്രസ് ചെയ്തിട്ട് വഴിക്കാക്കുക. സോറി ഓൾട്ട് പ്രസ് ചെയ്ത് വഴിക്കാക്കുക. കൺട്രോൾ ഡി 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 കണ്ടില്ലേ, നമ്മുടെ ഇതുപോലെ കട്ടറിൻ്റെ ബ്ലേഡ് പോലെ. അപ്പം ഇങ്ങനത്തെ ഷേപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഇത് നമ്മൾ ഒബ്ജക്റ്റിൽ പോയിട്ട് ഇത് എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷേപ്പായി മാറി. പിന്നെ നമുക്കത് ഷേപ്പ് ഇനി ഇതിൻ്റെ ഷേപ്പിൻ്റെ ഇത് ചെറുതാക്കി കൊടുത്താൽ ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. ഉണ്ടാ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്ര ടൂൾസ് പറഞ്ഞത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഇനി ബാക്കി നമുക്ക് അടുത്ത പാർട്ട് 10 നോക്കാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.